Vinegar ma'am and Samna ma'am, once again, all the best. So let us Thank you, start. ma'am. Samna ma'am, you can start കേട്ടോ. Good evening, everyone. എൻ്റെ പേര് സംന. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം സ്വദേശിയാണ്. ഞാനൊരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്ററായി വർക്ക് ചെയ്യുന്നു. വിമൻ മെന്റൽ ഹെൽത്ത് ഏരിയയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഞാൻ വിംബിൾ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 23rd ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിംബിൾ അക്കാദമി നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കിയ ട്രെയിനേഴ്സ് ആണ് ഇവിടെ അവതാരകരായിട്ട് എത്താറുള്ളത്. നമുക്ക് എന്ത് മേഖലയിലാണോ അറിവുള്ളത് ആ ഒരു അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, എഫക്റ്റീവായിട്ട് എത്തിക്കാനുള്ള മീഡിയം ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഉള്ളത് ട്രെയിനിങ് സെഷൻസ് ആണ്. നമുക്കറിയാം, വായനയൊക്കെ അന്യമായ ഒരു സമയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. പണ്ടൊക്കെ നമ്മൾ വായിച്ചും അല്ലാതെ കേട്ട് കുറെ അറിവുകൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുത്ത് മാത്രം കൊണ്ട് പര്യാപ്തമല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ട്രെയിനിങ് കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്. സെൻ മൈൻഡ് സൊല്യൂഷൻസ് എന്ന ടീമിന്റെ ഹമീദ ബിന്ദു വഹാബ് എന്ന മാമിന്റെ ഇൻസ്പിറേഷനോട് കൂടിയാണ് ഞാൻ ഇതില് ചേർന്നത്. വിംബിൾ അക്കാദമി നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ട്രെയിനർ മാത്രമായല്ല, ഒരു നല്ല വ്യക്തി, ഒരു നല്ല സ്പീക്കർ, ഇവിടെ വരുന്നുണ്ട് 2 മിനിറ്റ് ഇപ്പൊ വരുന്നു, ഒന്ന് മാറ്റം പറഞ്ഞു. നമ്മുടെ വിഷയത്തിൽ നല്ലൊരു സ്കോളർ എന്നീ നിലകളിലേക്ക് കൂടിയാണ് നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു നിലയിലേക്ക് ഇവിടെ ഇരുന്ന് ഒരു ഇൻട്രോവേർട്ട് ആയ ഞാന് ഇവിടെ ഇരുന്ന് കോൺഫിഡന്റ് ആയി സംസാരിക്കാൻ എന്നെ ഏബിൾ ആക്കിയത് വിംബിൾ അക്കാദമി കൂടിയാണ്. അത് ഞാന് ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് മുന്നില് ഒരു സെഷനുമായിട്ട് എത്തിയിരിക്കുന്നത് മിസ് വിനേക ആന്റണി മാം ആണ്. മാം ഒരു റെമഡിയൽ ട്രെയിനറാണ്. വിനേക മാം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇതിൽ തന്നെ ഓട്ടിസം എന്ന അവസ്ഥ നേരത്തെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യവും ഗുണങ്ങളും കൂടാതെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സഹായകമായി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളെ കുറിച്ചും മാം ഇവിടെ ചർച്ച ചെയ്യുന്നു. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And I invite Vinega ma'am to enlighten us with a wonderful session. Thank you. താങ്ക് യു സംന മാം, എന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. ഇനി ആദ്യമായി ഈ വിംബിൾ ട്രെയിനേഴ്സ് ടോക്കില് എനിക്കൊരു അവസരം തന്നതിന് ഫൈസൽ സാറിനും അർച്ചന മാമിനും അതുപോലെ തന്നെ വിംബിളിലെ മറ്റ് സ്റ്റാഫ്സിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. ഇനി ഞാൻ ഒരു ചെറിയൊരു ചിന്തയോടുകൂടി തുടങ്ങട്ടെ. ഓരോ കുട്ടിയും വ്യത്യസ്ത തരത്തിലുള്ള ഒരു പൂവാണ്. അവരെല്ലാവരും ഒത്തുചേർന്ന് ഈ ലോകം മനോഹരമായ ഒരു പൂന്തോട്ടമായ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നു സ്കീംസിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഓട്ടിസം ഒരു രോഗമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറയാമോ? ചാറ്റ് ബോക്സിലൂടെ ആണെങ്കിലും അറിയിച്ചാൽ മതി. അതൊരു രോഗമല്ല, അതൊരു അവസ്ഥയല്ലേ? ഓക്കെ, അല്ല, താങ്ക് യു സോ രോഗമല്ല. മച്ച് ഫോർ ദ റെസ്പോൺസ്. വളരെ ശരിയാണ്. ഓട്ടിസം ഒരു രോഗമല്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരു വ്യത്യസ്തമായ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അത് ലോകത്തെ കാണുന്ന വ്യത്യസ്തമായ ഒരു രീതിയാണ്. എന്നാൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എബിലിറ്റീസ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ ഓർമ്മശക്തി, ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന കഴിവ്, സൃഷ്ടിപരമായ ചിന്ത, സംഗീതം, ഗണിതം, അതുപോലെ ആർട്സ് എന്നിവയിലൊക്കെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക,
അങ്ങനെ പോകുന്നു അവരുടെ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവർക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നല്ല, മറിച്ച് ഇവർക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നാണ്. ശരിയല്ലേ? ഇനി ഞാനൊരു കഥ പറയും. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊച്ചിയുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് 2 വയസ്സായിട്ടും അധികം സംസാരം ഉണ്ടായിരുന്നില്ല, ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി അവൻ കളിച്ചാൽ തന്നെ അത് ഒരു റിപ്പീറ്റേറ്റീവ് പ്ലേ ആയിരുന്നു കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം അവിടുത്തെ അവന്റെ കുടുംബത്തിലെ ആളുകളും ബന്ധുക്കളും എല്ലാം പറഞ്ഞു, സാധാരണ ബോയ്സ് കുറച്ച് വൈകിയാണ് സംസാരിക്കുന്നത്, അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മാറി വന്നോളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആരും മറ്റു കുട്ടികളായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ അമ്മയ്ക്ക് ചില ഡൗട്ടൊക്കെ തോന്നി. അങ്ങനെ ഡയഗ്നോസിസ് നടത്തിയപ്പോഴേക്കും 3 വയസ്സായി. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. പ്രശ്നം ഓട്ടിസം അല്ല, മറിച്ച് വൈകിയ തിരിച്ചറിവാണ്. നമ്മൾ പറയാത്ത ചില സത്യങ്ങൾ. ലെറ്റ്സ് ഡിസ്കസ് 5 പോയിന്റ്സ് അബൌട്ട് ഇറ്റ്. ആദ്യമായിട്ട് കുടുംബത്തിന്റെ നിഷേധം. ഒരു ഉദാഹരണം പറയാം. കൊച്ചിയിലെ ഒരു 2 വയസ്സുകാരനായ ആരവ് സംസാരിക്കാൻ കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. ഡോക്ടർ ഏർലി ഇന്റർവെൻഷൻ ആണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഡോക്ടർ വെറുതെ പറയുന്നതാ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ആൺകുട്ടികൾ അങ്ങനെയാണ്, കുറച്ച് വൈകി സംസാരിക്കുകയുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ആരവിന്റെ പ്രശ്നങ്ങളെല്ലാം കൂടി വന്നു. അവസാനം തെറപ്പി തുടങ്ങുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം 6 മാസം നഷ്ടമായി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം. ഒരമ്മ നോട്ടീസ് ചെയ്തതാണ് തന്റെ മകളായ മീരയ്ക്ക് ഐ കോണ്ടാക്ട് തീരെയില്ല, അതുപോലെ തന്നെ പ്രതികരണ ശേഷിയും വളരെ കുറവായിട്ട് തോന്നി. പക്ഷെ വീട്ടുകാർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, അവള് കുറച്ച് ഷൈ ആണ്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഡയഗ്നോസിസ് കിട്ടി. അപ്പോഴേക്കും ഇന്റർവെൻഷൻ വൈകി എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാഠമുണ്ട്. ഒന്നും പ്രശ്നമില്ല എന്ന ധാരണ ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി മാറും. ശരിയല്ലേ? പഴയ ധാരണകൾ കൊണ്ട് പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല, അല്ലെ? ഇനി മറ്റൊരു ഉദാഹരണം പറയാം. മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതി ഇന്ന് പല പേരൻസും തുടക്കത്തിൽ കുട്ടിക്ക് വ്യത്യസ്തത ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെയും അത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതിന് അവർ പറയുന്ന കാരണം ഒന്ന് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, പിന്നെ മറ്റുള്ളവർ എന്ത് പറയും അങ്ങനെയുള്ള ആവലാതി. പക്ഷെ ഇങ്ങനെയുള്ള ഭയവും ലജ്ജയും ആ കുട്ടിയുടെ ഭാവിയാണ് അപകടത്തിലാക്കുന്നത്. നിഷേധം ഒരു പ്രശ്നമല്ല, പക്ഷെ അത് തുടരുമ്പോൾ ഒരു കുട്ടിയുടെ ഭാവിയാണ് അപകടത്തിലാകുന്നത്. ഇതാണ് ഏറ്റവും വലിയ വൈകിപ്പുണ്ടാക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. കുറ്റപ്പെടുത്തൽ. കോട്ടയത്ത് ഒരമ്മ തന്റെ 3 വയസ്സുകാരൻ കുട്ടിയെ സ്പീച്ച് ഡിലേ കാരണം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ASD സസ്പിഷൻ ആണെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ചില ബന്ധുക്കൾ പറഞ്ഞു, നീ കുട്ടിയോട് ശരിയായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വളരെ വേദനയായി. കാരണം അവൾ ദിവസവും ആ കുട്ടിയോട് സംസാരിക്കുകയും പാട്ട് പാടുകയും അവനോട് സ്റ്റോറീസ് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. എറണാകുളത്ത് ജോലി ചെയ്യുന്ന അമ്മ തന്റെ കുട്ടിക്ക് ചില സമയങ്ങളിൽ മൊബൈൽ കൊടുത്തിരുന്നു. അവൾക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയും മറ്റ് ജോലികളിൽ ഏർപ്പെടേണ്ട സമയത്ത് മാത്രം. കുട്ടിക്ക് ASD ഡയഗ്നോസിസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ ചിലർ പറഞ്ഞു, മൊബൈൽ കൊടുത്തത് കൊണ്ടാണ് കുട്ടി സംസാരിക്കാത്തത്. അമ്മയ്ക്ക് ആകെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആയി. പക്ഷെ സത്യത്തിൽ ASD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. It refers to a group of disorders that begin in childhood that affect the development and function of the brain. മൊബൈലിന്റെ ഉപയോഗം കൊണ്ട് മാത്രം ASD ഒരിക്കലും വരില്ല. ശരിയല്ലേ? ഇനി ജോലി ചെയ്യുന്ന അമ്മയാണ് മറ്റൊരു കാരണം പറയുന്നത്. അവൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ആ കുടുംബം പുലർന്നു പോകുന്നതെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല.
കുട്ടിക്ക് നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അമ്മ ജോലി ചെയ്യുന്നതെന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരു അമ്മയ്ക്ക് വേണ്ട സപ്പോർട്ടാണ്, മറിച്ച് ഇങ്ങനെയുള്ള ബ്ലെയിം അല്ല, അല്ലെ? ഇനി തേർഡ് പോയിന്റ് പറയാം, സാമൂഹികമായ ഒറ്റപ്പെടൽ, അതായത് സോഷ്യൽ ഐസൊലേഷൻ. ഒരു ഫാമിലി വെഡിങ് ആണ് സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, മ്യൂസിക് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാവരും ഭയങ്കര ബഹളമാണ്. പക്ഷെ ഒരു ASD ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സെൻസറി ഓവർലോഡാണ്, അല്ലെ? അപ്പോൾ ഒരു അച്ഛൻ തന്റെ ASD ആയ കുട്ടിയുമായിട്ട് ഈ വെഡിങ് ഹാളിൽ പോകുന്നു. കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു, ആളുകൾ നോക്കുന്നു, എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെയാണ് പലരും ചോദിക്കുന്നത്. അവസാനം അച്ഛൻ ഗത്യന്തരമില്ലാതെ ആ വെഡിങ് ഹാളിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അതോടുകൂടി വെഡിങ് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ ഒന്ന് പറയാമോ? മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ശ്രമിക്കേണ്ടതാണ്, അവസരങ്ങളിൽ പക്ഷെ കുട്ടികൾ പലപ്പോഴും അത് പറ്റാറില്ല. പലപ്പോഴും പേരൻസ് ശരിയാണ്, അത്ര വളരെ ഇത് അക്സെപ്റ്റ് ചെയ്യാറില്ല. അതെ, താങ്ക് യു സോ മച്ച്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു അമ്മ തന്റെ ഓട്ടിസ്റ്റിക് ആയ കുട്ടിയുമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. കുഞ്ഞിന് സഡൻലി ഒരു മെൽറ്റ് ഡൗൺ ഉണ്ടാവുകയാണ്, ഷൗട്ട് ചെയ്യുന്നു, കരയുന്നു, അവസാനം ഫ്ലോറിൽ കിടന്ന് റോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ നോക്കി നിന്ന് ചിരിക്കാനും വിമർശിക്കാനും തുടങ്ങി. പേരന്റിങ് ശരിയല്ല എന്ന് വരെ പറഞ്ഞു. അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഷോപ്പിംഗ് പോലും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നിന്റെ കുട്ടി എന്താണ് ഇങ്ങനെയെല്ലാമാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് നോക്കാം, സ്കൂൾ റിജക്ഷൻ ആണ്. ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. ഇതാണ് ഇന്ന് നമ്മൾ പല പേരൻസും കേൾക്കുന്ന ഒരു വാചകം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. കൊച്ചിയിലെ ഒരു അമ്മ തന്റെ 4 വയസ്സുള്ള മകനുമായിട്ട് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നു. കുട്ടി കുറച്ചൊരു ഹൈപ്പർ ആയിരുന്നു, ഐ കോണ്ടാക്റ്റും വളരെ കുറവായിരുന്നു. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനും അവന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ അവന് അഡ്മിഷൻ കൊടുത്തില്ല. അവസാനം ആ അമ്മ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കുട്ടിയെ കൊണ്ട് ചേർത്തു. അവൻ പിന്നീട് നല്ലവണ്ണം പെർഫോം ചെയ്യാനും തുടങ്ങി. ഇനി ഫിഫ്ത്ത് പോയിന്റ് നോക്കാം, സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം. നമ്മൾ പലപ്പോഴും കുട്ടിയെ മാത്രമാണ് കാണുന്നത്, പക്ഷെ ആ കുട്ടിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ പോരാട്ടം അത് പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്, ഇഗ്നോർ ചെയ്യുകയാണ്. ASD ഉള്ള കുട്ടിക്ക് സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി, ബിഹേവിയർ തെറപ്പി ഇതെല്ലാം ആവശ്യമാണ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ആലപ്പുഴയിൽ താമസിക്കുന്ന അനു എന്ന അമ്മയുടെ കഥയാണ്. അവളുടെ 4 വയസ്സുകാരൻ ASD ഡയഗ്നോസിസ് കിട്ടിയ ശേഷം അവൾ ആഴ്ചയിൽ ഒരു 3 ദിവസം തെറപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഓരോ സെഷനും വരുന്നത് 500 മുതൽ 1000 രൂപ വരെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാസമാകുമ്പോൾ 10,000 രൂപ മുതൽ 20,000 രൂപ വരെ വരും, അല്ലെ? അവിടെ ASD ഒരു കുഴപ്പമുണ്ടാവുന്നത്, ASD ഉള്ള കുട്ടികൾക്ക് പ്രോഗ്രസ് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വരിക. കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യവുമാണ്. മറ്റൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. രമേശ് എന്ന അച്ഛൻ തന്റെ കുട്ടിക്ക് ASD ഡയഗ്നോസിസ് കിട്ടിയതിന് ശേഷം തെറപ്പി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതോടുകൂടി രമേശിന്റെ പ്രൊമോഷൻ നഷ്ടമായി, അതുപോലെ സാലറിയും കുറഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലത്തെ അവസ്ഥകളുള്ള ഒത്തിരി പേരൻസ് ഉണ്ട്, ജോലി തന്നെ നഷ്ടപ്പെടുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ചോദ്യമുള്ളത്, ASD ഉള്ള കുട്ടിയുടെ തെറപ്പി ചെലവുകൾ കുറയ്ക്കാൻ നമ്മുടെ സമൂഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്ന് പറയാമോ? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയോ സപ്പോർട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് പക്ഷെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. അതെ അതെ അതെ, ഗവൺമെന്റിന്റെ ഒത്തിരി സ്കീംസ് ഉണ്ട്. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇവിടെ പേരൻസിന്റെ ഇമോഷണൽ സപ്പോർട്ടും അതിലും നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. ഇനി ഒരു അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഡയഗ്നോസിസ് എന്നെ തകർത്തില്ല, പക്ഷെ ജനങ്ങളുടെ പ്രതികരണമാണ് തകർത്തത്.
ഇനി ഞാൻ ആദ്യം ഒരു അർജുൻ എന്നൊരു കുട്ടിയുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു. ആ കുട്ടിയുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയി മാറിയത് അവന്റെ പേരൻസ് അവന് ഏർലി ഇന്റർവെൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. അവന് സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി, പിന്നെ സ്ട്രക്ചേർഡ് റൂട്ടീൻസ് ആൻഡ് വീട്ടിൽ കൺസിസ്റ്റന്റ് ആയ ട്രെയിനിങ്ങും ലഭിച്ചു. ആദ്യമൊക്കെ ചേഞ്ചസ് കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു, ചെറിയ മാറ്റങ്ങൾ, ചെറിയ പുരോഗതി, അങ്ങനെയാണ് പോയത്. പക്ഷെ കൺസിസ്റ്റൻസി മിറക്കിൾസ് ഉണ്ടാക്കും. ഒരു 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അർജുൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു, പഠനം പൂർത്തിയാക്കി കമ്പ്യൂട്ടർ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അർജുന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ആളുകൾ വിചാരിച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു, പക്ഷേ അവർ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. സോ ഫ്രണ്ട്സ്, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഓട്ടിസം. ഓട്ടിസത്തിന് മെയിൻ ആയിട്ട് 3 ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ആണ്, രണ്ടാമതായിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ ചാലഞ്ചസ്, മൂന്നാമതായിട്ട് റിപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ്. ഇനി നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസസ് ഒന്ന് നോക്കാം. ഓട്ടിസം ഉള്ള കുട്ടികളിൽ ആശയവിനിമയം ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ശരിയല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മുടെ തോട്ട്സും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാനുള്ള കഴിവ്. എന്നാൽ ASD ഉള്ള ഒരു കുട്ടിക്ക് അത് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല, ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടിക്ക് ദാഹമുണ്ടെന്ന് കരുതും. അപ്പോ എനിക്ക് വെള്ളം വേണം എന്ന് പറയുന്നതിന് പകരം അവൻ ചിലപ്പോൾ കരയുകയായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയായിരിക്കും ചെയ്യുക. അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ അപ്സെറ്റ് ആയിരിക്കും കാണിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ക്ലാസ്സിൽ നിരന്തരം പെൻസിൽ എടുത്തെറിയുകയാണ്. അപ്പോൾ ടീച്ചർ വിചാരിച്ചു, ഈ കുട്ടി എന്താ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്? പിന്നീട് മനസ്സിലായി, എനിക്ക് ഈ പാഠം മനസ്സിലാകുന്നില്ല എന്ന് പറയാനാണ് ആ കുട്ടി ശ്രമിക്കുന്നത്. ഒരു ചോദ്യം, നിങ്ങൾക്ക് പറയാനുള്ളത് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് വാക്കുകൾ ഇല്ലെങ്കിൽ എങ്ങനെ തോന്നും? വിഷമം ഉണ്ടാകുമോ ഇല്ലയോ? ഒന്ന് പറയാമോ? വിഷമം ഉണ്ടാകും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, വളരെ ശരിയാണ്. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇനി രണ്ടാമതായിട്ട് റിസെപ്റ്റീവ് ലാംഗ്വേജ്, അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. ചില കുട്ടികൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു ടീച്ചർ പറയാണ്, വേഗം ജോലി തീർത്ത് ലൈനിൽ വന്നു നിൽക്കും. പക്ഷെ ASD ഉള്ള കുട്ടി ലൈനിൽ വന്നു നിന്നു, പക്ഷെ ജോലിയൊന്നും തീർത്തില്ല. അത് കുട്ടി അനുസരിക്കാത്തത് കൊണ്ടല്ല. ഇനി വേറൊരു എക്സാമ്പിൾ, വീട്ടിൽ അമ്മ പറയാണ്, റൂമിൽ നിന്ന് ഷൂസ് എടുത്തിട്ട് വരും, പക്ഷെ കുട്ടി ഒന്നും എടുക്കാതെ വന്നു. അതും അനുസരണ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവൻ ആ നിർദ്ദേശം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം, ശരിയല്ലേ? ഇനി ഒന്ന് ചിന്തിക്കും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി എന്ന് കരുതുക. അവിടെ അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലല്ലേ? അതുപോലെ തന്നെയാണ് ഇവർക്കും തോന്നുന്നത്. ഇനി മൂന്നാമതായി പ്രാഗ്മാറ്റിക് ലാംഗ്വേജ്, അതായത് ഡിഫിക്കൽറ്റി യൂസിങ് ലാംഗ്വേജ് സോഷ്യലി. ടേൺ ടേക്കിംഗ്, അതുപോലെ തമാശകൾ മനസ്സിലാക്കുക, ഫേഷ്യൽ എക്സ്പ്രഷൻസ് മനസ്സിലാക്കുക, ഇതെല്ലാം ഇവയിൽ പെടുന്നു. ഒരു കുട്ടി തനിക്ക് ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് മാത്രം ഒരു ട്രെയിൻ പോലെ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ പോലെ മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടോ എന്ന് നോക്കാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഒരു ASD ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ മുഖഭാവങ്ങളും അതുപോലെ ശബ്ദഭാവവും എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ? അത് മനസ്സിലാകാത്ത പക്ഷം എങ്ങനെയുണ്ടാവും? സ്വയം എന്ന് ആലോചിച്ചാൽ മതി. ഇത് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബുദ്ധിക്കുറവ് കൊണ്ടോ അല്ല, മറിച്ച് ഇതൊരു വ്യത്യസ്തമായ ആശയവിനിമയ രീതിയാണ്. അതിനാൽ ഈ കുട്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കാതെ നമുക്ക് എങ്ങനെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഓരോ കുട്ടിക്കും പറയാനുള്ളതുണ്ട്, നമുക്ക് കേൾക്കാനുള്ള വഴി കണ്ടെത്തുക മാത്രമാണ് വേണ്ടത്. ഇനി
മറ്റൊരു പോയിന്റ് നോക്കാം, അണ്ടർസ്റ്റാൻഡിങ് ദെയർ വേൾഡ്. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബ്രെയിൻ ഒരു TV പോലെയാണെന്ന് കരുതുക. എന്നിട്ട് അതിന്റെ എല്ലാ ചാനൽസും അറ്റ് എ ടൈം ഓൺ ആക്കി വെച്ചേക്കുവാണ്, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര നോയ്സിയും ലൈറ്റ്സും പീപ്പിൾ ടോക്കിങ്ങുമായിട്ട് ഭയങ്കര മെസ്സിയായി മാറിയിരിക്കും അല്ലെ? ഇതാണ് ചില ഓട്ടിസം ഉള്ള കുട്ടികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെവി മൂടുന്നു, അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അതുമല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും ഒരു ബാഡ് ബിഹേവിയർ അല്ല, മറിച്ച് ഇറ്റ്സ് ദ വേ ഓഫ് കോപ്പിംഗ് ഫോർ ദം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറൊരു പോയിന്റ്, മെനി ചിൽഡ്രൻ വിത്ത് ഓട്ടിസം ഹാവ് സ്പെഷ്യൽ എബിലിറ്റീസ്. ഒരു രാഹുൽ എന്ന ഒരു കുട്ടിയുടെ കഥ പറയാം. അവന് ട്രെയിൻ ടൈമിങ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അവനൊരു വാക്കിംഗ് ഗൂഗിൾ മാപ്പ് ആണെന്ന് പറയാം. ചില നേരങ്ങളിൽ ഗൂഗിൾ മാപ്പിനേക്കാളും ബെറ്റർ ആണ്. ഇനി മറ്റൊരു കുട്ടിയുടെ കാര്യം, അവൻ എന്ത് കണ്ടാലും, അതിപ്പം ബിൽഡിങ്സ് ആയാലും നേച്ചർ ആയാലും, അതെല്ലാം ഡ്രോയിങ്സിലൂടെ അവൻ അവതരിപ്പിക്കാൻ പറ്റും. മെമ്മറിയിൽ നിന്ന് അവൻ അത് എടുത്ത് ഡ്രോയിങ്സിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. സോ ഓട്ടിസം ഈസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് തിങ്കിങ്. ഇത് ഒരു സ്പെക്ട്രമാണ്. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ കേരളത്തിലെ യാഥാർത്ഥ്യം നോക്കാം. പല കുട്ടികളും ലേറ്റ് ഡയഗ്നോസിസ് ആണ്. ഏകദേശം 36 കുട്ടികളിൽ ഒരു കുട്ടിയെങ്കിലും ഈ ഒരു സ്പെക്ട്രത്തിൽ വരുന്നു എന്നാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളതല്ല, മറിച്ച് അവയർനെസ് കുറവും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റിഗ്മയുമാണ്. ശരിയല്ലേ? ഒരു ലളിതമായ ഒരു ഉപമ പറയാം. ഒരു ചെടി വളഞ്ഞാൽ അത് ചെറുപ്രായത്തിലാണെങ്കിൽ നേരെയാക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അതൊരു മരമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അല്ലെ? അതാണ് ഏർലി ഇന്റർവെൻഷൻ. ഏർലി ഇന്റർവെൻഷന്റെ പ്രധാനമായ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കിയാൽ ഒരു 5 പോയിന്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ്. 5 വയസ്സിന് താഴെയാണെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ലേണിംഗ് കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. ഈ സമയം കുട്ടിയുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു 2 വയസ്സുകാരൻ സംസാരിക്കുന്നില്ല. പാരന്റ്സ് തെറപ്പി തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ, വാട്ടർ എന്നെല്ലാം അവൻ പറയാൻ തുടങ്ങി. അതോടെ പേരൻസിന്റെ റിയാക്ഷൻ, ഇവൻ സംസാരിച്ചു തുടങ്ങി. നെയ്ബേഴ്സിന്റെ റിയാക്ഷൻ, ഓ ഇവൻ ഒരു ലേറ്റ് ടോക്കർ ആയിരുന്നു അല്ലേ. ചിലപ്പോൾ നമ്മുടെ കുട്ടികളെക്കാളും കൂടുതലായിട്ട് നമ്മുടെ നെയ്ബേഴ്സിന്റെ ഒരു പറച്ചിലിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ ചോദ്യമുണ്ട്. ഈ ഒരു ഗോൾഡൻ പീരിയഡ് നമ്മൾ ഉപയോഗിക്കാതെ വിട്ടാൽ അത് പിന്നീട് റിവൈൻഡ് ബട്ടണായിട്ട് ഉണ്ടാവുമോ? നമുക്ക് തിരിച്ചു വീണ്ടും ഈ സമയം തിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ഒന്ന് പറയാമോ? ഇല്ല, ആ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തന്നെ ഇന്റർവെൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അതെ അതെ, വളരെ ശരിയാണ്. താങ്ക് യു മാം ഫോർ ദ റെസ്പോൺസ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഏർലി ഇന്റർവെൻഷനിലൂടെ കരച്ചിൽ വാക്കുകളായി മാറും, ഫ്രസ്ട്രേഷൻ എക്സ്പ്രഷൻ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിക്ക് വാട്ടർ വേണമെങ്കിൽ ഇന്റർവെൻഷന് മുൻപ് കരച്ചിൽ പ്ലസ് റോളിംഗ് ഓൺ ദ ഫ്ലോർ ആയിരിക്കും. എന്നാൽ ആഫ്റ്റർ ഇന്റർവെൻഷൻ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ ആയി മാറും. അതായത് വാട്ടർ വേണം എന്ന കുട്ടി പറയും. ഇനി പേരൻസിന്റെ റിയാക്ഷൻ നോക്കാം. ബിഫോർ ഇന്റർവെൻഷൻ ആ പേരന്റ് നല്ലൊരു ഡിറ്റക്റ്റീവ് ആയിരിക്കും. ഇവനെന്താ പ്രശ്നം, ഇവനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ പേരന്റിന്റെ ഒരു ചിന്ത പോകുന്നത്. എന്നാൽ ആഫ്റ്റർ ഇന്റർവെൻഷൻ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ കുട്ടിക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കില്ലേ? ശരിയല്ലേ? ഇനി
തേർഡ് പോയിന്റ് നോക്കാം. സോഷ്യൽ സ്കിൽസ് ആണ്. ഇന്റർവെൻഷനിലൂടെ നമുക്ക് ഐസൊലേഷൻ ഒരു ഇന്ററാക്ഷൻ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അവോയ്ഡൻസിനെ ഒരു പാർട്ടിസിപ്പേഷൻ ആയിട്ടും ആക്കാനും പറ്റും. ഒരു കുട്ടി ഫങ്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നു എന്ന് കരുതുക. വെഡിങ് ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, എല്ലാം നോ എൻട്രി ആണ്. ചിലപ്പോൾ പേരൻസ് തന്നെ പറയും നമ്മൾക്ക് പോയിട്ട് വരാം. ഇവൻ അവിടെ പോയിരുന്ന ഭയങ്കര ബഹളാണ്, പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല, അതുകൊണ്ട് നീ വരണം. പക്ഷെ ഇന്റർവെൻഷൻ കഴിഞ്ഞാൽ അവൻ കുറച്ചെങ്കിലും മറ്റു കുട്ടികളുടെ കൂടെ കളിക്കും എന്നുള്ളതാണ് സത്യം. ഇനി ചെറിയ തമാശ പറയും. ആദ്യം കോർണർ സീറ്റ്, പിന്നീട് ഡാൻസ് ഫ്ലോർ വരെ എത്തും. അതാണ് ഇന്റർവെൻഷന്റെ ഗുണം. അപ്പോൾ സ്മോൾ എക്സ്പോഷർ കൊടുത്താൽ വലിയ മാറ്റം ഉണ്ടാകില്ലേ? ഇനി നമുക്ക് ഫോർത്ത് പോയിന്റിലേക്ക് നോക്കാം. റെഡ്യൂസ്ഡ് സിവിയറിറ്റി. ഇന്റർവെൻഷനിലൂടെ കുട്ടികളിലെ ഇൻഡിപെൻഡൻസ് വർദ്ധിച്ചു വരും, ജീവിത നിലവാരവും മെച്ചപ്പെടും, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർവെൻഷന് മുൻപ് എല്ലാ പേരൻസിന്റെ ഒരു ഹെൽപ്പോടെയും സപ്പോർട്ടോടും കൂടിയായിരിക്കും ഒരു ASD ഉള്ള കുട്ടി ചെയ്യുക. എന്നാൽ ആഫ്റ്റർ ഇന്റർവെൻഷൻ അവന്റെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ്, അതായത് ബ്രഷിങ്, ഡ്രസ്സിങ്, ഈറ്റിംഗ്, ഇതെല്ലാം സ്വയമേ ചെയ്യാൻ ആ കുട്ടി ട്രൈ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ പേരൻസ് പറയും ഇനി ഇവൻ നമ്മളെ വേണ്ടെന്ന് പറയൂ. കുട്ടി ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പേരൻസിന് മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഹാപ്പി ആകണോ, ടെൻഷൻ ആകണോ? അപ്പോൾ ഇൻഡിപെൻഡൻസ് കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കില്ലേ? ശരിയല്ലേ? ഇനി നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് കൂടെ നോക്കിയാലോ. ഫാമിലി എംപവർമെന്റ് ആണ്. ഇന്റർവെൻഷന് ശേഷം കൺഫ്യൂഷൻ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് മാറ്റും. അതുപോലെ തന്നെ ഫീൽ ഒരു കോൺഫിഡൻസും. ഒരു എക്സാമ്പിൾ പറയാം. ഡയഗ്നോസിസ് കിട്ടുമ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പേരൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ റൈറ്റ് ഗൈഡൻസ് ആണെങ്കിൽ അവിടെ ഒരു ക്ലിയർ പ്ലാനിങ് ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, അതുപോലെ ഹോപ്പും ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചില നേരങ്ങളിൽ ഗൂഗിൾ നമ്മുടെ ഡോക്ടർ അല്ല, മറിച്ച് നമ്മളെ ടെൻഷൻ ആക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതൊന്നും മറക്കാതിരിക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യമുള്ളത്, സപ്പോർട്ട് കിട്ടിയാൽ ഫാമിലിയുടെ സ്ട്രെസ്സും കുറയില്ലേ? യെസ് ഓർ നോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവും? Yes. Yes, definitely. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇനി ഞാൻ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പറയാം. ടെമ്പിൾ ഗ്രാൻഡിനെ കുറിച്ചാണ്. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകുമല്ലോ ആ പേര്. ബാല്യത്തിൽ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സിവിയർ ഓട്ടിസം ആയിരുന്നു അവർക്ക്. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണത്. ഓട്ടിസം അവയർനെസിന്റെ ശക്തമായ ശബ്ദം. ഇത് നമ്മോട് പറയുന്നത് പൊട്ടൻഷ്യൽ എല്ലായിടത്തും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം അത് തെളിയുമെന്നാണ്. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ലക്ഷണങ്ങൾ അവഗണിക്കുകയാണോ, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയാണോ, കുട്ടികളെ ഒഴിവാക്കുകയാണോ വേണ്ടത്? അതുമല്ലെങ്കിൽ നമ്മൾ പരിഹാരത്തിന്റെ ഭാഗമാവുകയാണോ വേണ്ടത്? സ്വയമേ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. അത് ഓട്ടിസം ഉള്ള കുട്ടികൾക്കായി ഇന്ത്യയിലും കേരളത്തിലും ലഭിക്കുന്ന സഹായ സംവിധാനങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഏർലി സ്ക്രീനിങ് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഓട്ടിസം എത്രയും വേഗം കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 വയസ്സിന് മുൻപാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും മികച്ച സമയമാണ്. നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായത് ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ്, അത് സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി അത് പ്രവർത്തിക്കുന്നു. അവിടെ സ്ക്രീനിങ് ഉണ്ട്, തെറപ്പി കൊടുക്കുന്നുണ്ട്, അതുപോലെ പേരന്റൽ ഗൈഡൻസ്, ഇതെല്ലാം അണ്ടർ വൺ റൂഫ്. നമ്മൾക്ക് അത് അവൈൽ ചെയ്യാവുന്ന ഒരു സർവീസസ് ആണ്. ചില സ്ഥലങ്ങളിൽ അത് ഫ്രീ സർവീസസ് ആയിട്ട് വരെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ തിരുവനന്തപുരത്ത് കേദർ പോലെയുള്ള സെന്റേഴ്സ് ഉണ്ട്. അതിന്റെ ഫുൾ ഫോം വരുന്നത് സെന്റർ ഫോർ ഓട്ടിസം
ആൻഡ് അതർ ഡിസബിലിറ്റീസ് റിഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്. അവിടെ ഫ്രീ സ്ക്രീനിങ്ങും അതുപോലെ പേരന്റ് ട്രെയിനിങ് പ്രോഗ്രാംസും നൽകുന്നുണ്ട്. ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ഒരു അമ്മ തന്റെ 2 വയസ്സുകാരന് സംസാരിക്കാൻ വൈകുന്നതായിട്ട് ശ്രദ്ധിച്ചു. അവൾ കുട്ടിയെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഏർലി ഇന്റർവെൻഷൻ തുടങ്ങി. 1 വർഷം കഴിയപ്പോഴേക്കും കുട്ടി ബേസിക് വേർഡ്സ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, നമ്മൾ കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഡിലേ ഉണ്ടാവുകയല്ലേ? ശരിയല്ലേ? ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കാം. തെറപ്പി സെന്റേഴ്സ്. ഓട്ടിസത്തിന് മരുന്ന് മാത്രം പോരാ, അതിനും കൂടുതലായിട്ട് തെറപ്പീസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് കിട്ടുന്ന തെറപ്പീസ് ഒന്ന് സ്പീച്ച് തെറപ്പി, മറ്റൊന്ന് ഓക്യുപേഷണൽ തെറപ്പി, വേറൊന്ന് ബിഹേവിയറൽ തെറപ്പി, പിന്നെ സെൻസറി ഇന്റഗ്രേഷൻ. ഇതിലൂടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും ബിഹേവിയറും സോഷ്യൽ സ്കിൽസും എല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ ഇതിനെ പറ്റി ഒത്തിരി തെറപ്പി സെന്റേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജുവൽ ഓട്ടിസം സെന്റർ, പ്രയത്ന തെറപ്പി സെന്റർ, പിന്നെ ജീവനീയം ഓട്ടിസം സെന്റർ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇതെല്ലാം മൾട്ടി ഡിസിപ്ലിനറി സപ്പോർട്ട് ലഭ്യമായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊന്നും പോകാൻ മടിക്കരുത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി പറയാം. ഒരു കുട്ടി ഇനീഷ്യലി ഐ കോണ്ടാക്ട് ഇല്ല, പേര് വിളിച്ചാൽ പ്രതികരണവും ഇല്ല. എന്നാൽ തെറപ്പി കഴിഞ്ഞപ്പോൾ ഐ കോണ്ടാക്റ്റും തുടങ്ങി, അതുപോലെ ഇന്ററാക്ഷനും വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി തേർഡ് പോയിന്റ്, റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. ലോങ് ടേം സപ്പോർട്ട് നൽകുന്ന കേന്ദ്രങ്ങളാണ് ഇവ. സ്കൂൾ റെഡിനെസ് പ്ലസ് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വരുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്, മറ്റൊന്ന് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, പിന്നെ ഡെയിലി ലിവിങ് സ്കിൽസ് ആണ്. ഇതെല്ലാം IEP-യിലൂടെയാണ് ഉപയോഗിക്കുന്നത്, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലൂടെ. ഇനി ഫോർത്ത് പോയിന്റ്, ഗവൺമെന്റ് സ്കീംസ്. പേരൻസിന് പലർക്കും അറിയാത്ത ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം തന്നെ ഇന്ന് ഇന്ത്യയിലുണ്ട്. RPWD Act 2016 പ്രകാരം ഓട്ടിസം ഒഫീഷ്യലി ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആണ്. അതിലൂടെ വരുന്ന ബെനിഫിറ്റ്സ് ആണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിസർവേഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട്. പിന്നെ ഇതിനെല്ലാം ഈ ഫെസിലിറ്റീസ് എല്ലാം അവൈൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു UDID കാർഡ് ഉണ്ടാക്കണം, അതായത് യുണീക് ഡിസബിലിറ്റി ID. അതിലൂടെ നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടും, അതുപോലെ തന്നെ സ്കോളർഷിപ്സ് സർവീസസും ലഭിക്കും. ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സ്കീംസ് ഉണ്ട്. അതിലൂടെ തെറപ്പി സപ്പോർട്ടും അതുപോലെ വിദ്യാഭ്യാസ സഹായവും ലഭിക്കുന്നു. പിന്നെ ബഡ് സ്കൂൾസ് ഉണ്ട് നമ്മൾക്ക്. അതിലൂടെ ഇന്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കൊടുക്കുന്നുണ്ട്. ഇനി ഫിഫ്ത് പോയിന്റ് ആയിട്ട് പേരന്റ് സപ്പോർട്ട് ആൻഡ് അവയർനെസ്. തെറപ്പി മാത്രം മതിയാകില്ല, ശരിയല്ലേ? പേരൻസ് ആണ് ഏറ്റവും വലിയ തെറപ്പിസ്റ്റ് ആവേണ്ടത്. ചില സെന്റേഴ്സിൽ പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഹോം ബേസ്ഡ് സ്ട്രാറ്റജീസും കൊടുക്കുന്നുണ്ട്. പേരൻസ് തന്നെ തെറപ്പിസ്റ്റ് ആയ ഒത്തിരി സ്ഥലങ്ങളും ഉണ്ട്. ഇനി സിക്സ്ത് പോയിന്റ്, ദ റോൾ ഓഫ് സൊസൈറ്റി ആൻഡ് സ്കൂൾ. കേരളത്തിൽ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്, അതാണ് ഇൻക്ലൂസീവ് ടൂറിസം പ്രോഗ്രാംസ് ആൻഡ് ഓട്ടിസം ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ്. ഒരു എക്സാമ്പിൾ പറയാം. പെരിയാർ റിസർവ് ഓട്ടിസം ഫ്രണ്ട്ലി നേച്ചർ പ്രോഗ്രാം. ആരെങ്കിലും ഒക്കെ ഇത് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ? ഇത് തേക്കടിയിലാണുള്ളത്. It's a special nature program designed for children with autism, and it is run by Forest Department in collaboration with Kether. അതിലെ ആക്ടിവിറ്റീസ് വരുന്നത് ഒന്ന് ജെന്റിൽ നേച്ചർ വാക്ക് ആണ്, മറ്റൊന്ന് ബോട്ടിംഗ്, ബേർഡ് വാച്ചിങ്, പിന്നെ സെൻസറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഡോർ എക്സ്പീരിയൻസ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പ്രകൃതി ഒരു ശാന്തവും സുരക്ഷിതവുമായ അനുഭവമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഗൈഡ്സും സ്റ്റാഫ്സും എല്ലാം അവർക്കുണ്ട്. അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം കസ്റ്റമൈസ്ഡുമാണ് അവരുടെ സെൻസറി നീഡ്സ് അനുസരിച്ച്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പാക്കേജ് അല്ല.
ഇൻ കേസ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം, അതല്ലെങ്കിൽ കേദർ പോലെയുള്ള ഓട്ടിസം സെന്ററുമായിട്ട് സംസാരിക്കണം. ഇനി നമുക്ക് സ്കൂൾസിനെ കുറിച്ച് നോക്കാം. സ്കൂൾസ് വലിയ റോളാണ് വഹിക്കുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അത് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഓട്ടിസം ഉള്ള കുട്ടികൾ ലേൺ ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലല്ലേ. അപ്പോൾ സ്കൂൾസ് മസ്റ്റ് പ്രൊവൈഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, IEPs, എക്സ്ട്രാ സപ്പോർട്ട് ആൻഡ് ടൈം, സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഷെയറിങ്ങിനും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനും കമ്മ്യൂണിക്കേഷനും ഉള്ളതുപോലെ ഒരു സിറ്റുവേഷൻ മറ്റെവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കുട്ടികൾ പഠിക്കുന്നത് കൂടുതലായിട്ടും റോഡ് മെമ്മറൈസേഷനിലൂടെയാണല്ലോ. അതായത് മീനിങ് മനസ്സിലാക്കാതെ മക്കപ്പ് ചെയ്യുവാണ്. ഒരു HT ഉള്ള കുട്ടിക്ക് 2+2=4 എന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാനും പറ്റും. പക്ഷെ ഒരു കടയിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് മേടിക്കാനും പൈസ കൊടുക്കാനും ബാലൻസ് മേടിക്കാനും അവൻ വളരെ കഷ്ടപ്പെടും. ഇവിടെയാണ് ടീച്ചേഴ്സിന്റെ റോൾ വരുന്നത്. ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുമ്പോൾ മീനിങ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാര്യത്തിനും കുറെ അധികം സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇനി ഓട്ടിസം ഉള്ള കുട്ടികൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് വിഷ്വൽ ലേണിംഗ് ആണ്, റൂട്ടീൻ ആൻഡ് സ്ട്രക്ചർ ആണ്, പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് ആണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഷ്യൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. നൗ ലെറ്റ് മീ റിമൈൻഡ് യു ഓൾ, ഓട്ടിസം ഒരു രോഗമല്ല, അത് ഒരു വ്യത്യസ്തമായ വേ ഓഫ് തിങ്കിങ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ സംസാരിക്കുകയും ചെയ്യും, ഇന്ററാക്റ്റും ചെയ്യും, ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യും. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ നമ്മൾ കരുണ കാണിക്കുകയാണോ വേണ്ടത് അതോ അവസരം കൊടുക്കുകയാണോ വേണ്ടത് എന്ന് പറയാമോ? അവസരം കൊടുക്കണം. അവസരം. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. താങ്ക് യു. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്, മറിച്ച് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ആവശ്യം. ഇന്നിപ്പോൾ സഹായമുണ്ട്, പക്ഷെ അവയർനെസ് മാത്രമാണ് വളരേണ്ടത്. ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി അത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ആ കുട്ടികളെ മറ്റുള്ളവർ സ്വീകരിക്കുകയും ചെയ്യും, അവരെ മാനിക്കുകയും ചെയ്യും, വ്യത്യാസങ്ങളും മനസ്സിലാക്കും, അവസരങ്ങളും നൽകും എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പറയട്ടെ. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സിമ്പതി അല്ല വേണ്ടത്, മറിച്ച് എംപതിയാണ്. പിറ്റി അല്ല വേണ്ടത്, ഓപ്പർച്യൂണിറ്റിയാണ്. ഐസൊലേഷൻ അല്ല, ഇൻക്ലൂഷൻ ആണ് വേണ്ടത്. നൗ ലെറ്റ് മീ ടെൽ യു എ ഫണി തിങ്. നമ്മുടെ സയൻസ് പറയുന്നത് അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു മിനി ഓട്ടിസം നിമിഷം ഉണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരങ്ങളിൽ ചില സൗണ്ട്സ് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോഴൊക്കെ ചില പാട്ടുകളൊക്കെ റിപ്പീറ്റഡ്ലി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, അതുമല്ലെങ്കിൽ ചില ആളുകളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് എക്സാം ടൈമിലൊക്കെ. പക്ഷെ ഒരു ഓട്ടിസം ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചാലഞ്ചസ് ഒക്കെ വളരെ വളരെ കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജഡ്ജ് ചെയ്യുകയല്ല വേണ്ടത്, മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശരിയല്ലേ? നൗ ലെറ്റ് മീ ഡു എ റീക്യാപ്പ്. ഇന്ന് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് സോഷ്യൽ ബാരിയേഴ്സ് ഇൻ ഏർലി ഡയഗ്നോസിസ് ആണ്. സെക്കൻഡ് പോയിന്റ് വാട്ട് ഈസ് ഓട്ടിസം ആൻഡ് ദ റോൾ ഓഫ് ഏർലി ഇന്റർവെൻഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആൻഡ് തേർഡ് പോയിന്റ് ആയിട്ട് അസിസ്റ്റൻസ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഇനി ശ്രദ്ധിക്കേണ്ടതായ ഏർലി സൈൻസ് ഒന്നുകൂടി ഒന്ന് പറയാം. ഒരു കുട്ടി പേര് വിളിച്ചാൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ, ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ, സ്പീച്ച് ഡിലേ ഉണ്ടെങ്കിൽ, ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ഏജിനനുസരിച്ച്, പിന്നെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ, ഇവ കണ്ടു കഴിഞ്ഞാൽ കാത്തിരിക്കാമെന്ന് പറയരുത്, മറിച്ച് ആക്ഷൻ എടുക്കാം എന്ന് പറയുക. ഏർലി ഇന്റർവെൻഷനിലൂടെ ഒരു കുട്ടിയുടെ ഭാവി മാത്രമല്ല മാറുന്നത്, ഒരു കുടുംബത്തിന്റെ കഥ തന്നെ മാറുന്നു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ലെറ്റ് മീ കൺക്ലൂഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നേരത്തെ ശ്രദ്ധിക്കുക,
നേരത്തെ പ്രവർത്തിക്കുക, മാതാപിതാക്കളെ പിന്തുണയ്ക്കുക. വിധിക്കരുത്, മനസ്സിലാക്കുക. കാരണം ഏറ്റവും വലിയ തെറപ്പി ചിലപ്പോൾ സ്പീച്ച് തെറപ്പി ആയിരിക്കില്ല, അത് സ്നേഹവും സ്വീകരണവുമാണ്. നമ്മൾ ഓരോ കുട്ടിയും ഒരു പൂവായി കാണുമ്പോൾ ഈ ലോകം മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറും. ആ പൂന്തോട്ടത്തിലെ ചില പൂക്കളൊക്കെ വളരെ പതുക്കിയായിരിക്കും വിടരുന്നത്, എന്നാൽ ചില പൂക്കളാകട്ടെ പെട്ടെന്ന്. എനിവേ, എല്ലാവർക്കും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി. താങ്ക് യു സോ മച്ച് വിനീക മാം. താങ്ക് യു. വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു. ഈ ഒരു വിഷയത്തിലേക്ക് ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് തരാനോ ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ അവസരമാണ്. സോ ദ ഫ്ലോർ ഇസ് യോഴ്സ് ടു ദ ഓഡിയൻസ്. വിനേക, ഉണ്ടോ? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ യു കവേർഡ് ഇറ്റ് വെരി വെൽ. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തു. ശരിക്കും കൂടുതൽ നല്ല രീതിയിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം കിട്ടത്തക്ക പോലെ എല്ലാം കവർ ചെയ്തു, ഈവൻ ഗവൺമെന്റൽ സപ്പോർട്ട് വരെയും. പിന്നെ ആ കുട്ടികളെ ഏർലി ഇന്റർവെൻഷൻ കൊടുത്ത് എങ്ങനെ ബെറ്റർ ആക്കി കൊണ്ടുവരാമെന്നുള്ളതിന്റെ എക്സാമ്പിൾസ് സഹിതം അനേകം എക്സാമ്പിൾസ് പറഞ്ഞു. Well done, excellent session. You covered the topic very well and presentation was excellent. Thank you and congratulations. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്കൊരു തോന്നുന്നു. അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. Yes, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. And you did justice to that. Thank you. മറ്റാർക്കെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടാവും? ഇനി ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? യെസ് അംബിക. ഞാൻ പുറത്താണുള്ളത്, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല കേട്ടോ. വിനേക മാം നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഓട്ടിസത്തെ കുറിച്ചിട്ട്, അതായത് നമ്മളിപ്പോ ഒരുപാട് കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതിന്റെ ആ ഡിസോർഡർ വരാനുള്ള റീസൺ എന്താണ്, അതിന്റെ റെമഡീസ് എന്താണ്, എങ്ങനെ സമൂഹം അവരോട് പെരുമാറണം, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തൊക്കെ സപ്പോർട്ടുകളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വളരെ നല്ലൊരു അവയർനെസ് ആയിരുന്നു. വെരി എക്സലന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. വളരെ വളരെ നന്നായി കേട്ടോ. നല്ലൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇനി ഫർദർ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. വിനി മാം, ഒരു ബ്യൂട്ടിഫുൾ സെഷൻ. ഒരുപാട് കേട്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ നിർത്താൻ തോന്നാത്ത പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസമായിട്ട് പറഞ്ഞു. അതാണ് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസും അറിവുകളും ഒക്കെ കൂടാതെ അത് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോൺ വരുമ്പോൾ ചില ഡിസ്റ്റർബൻസ് നമുക്ക് വന്നു എന്നല്ലാതെ എല്ലാ പോയിന്റ്സും വളരെ നന്നായിട്ട് വ്യക്തമായിട്ട്, പിന്നെ വളരെ കൂളായിട്ട് നന്നായിരുന്നു. കൺഗ്രാറ്റ്സ്. തീർച്ചയായിട്ടും നല്ല ഒരു ട്രെയിനറായി വരും, ഉറപ്പാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കുറച്ച് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി. യെസ്, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ടൈം ലാഗ് വരാതെ. എനിക്ക് തോന്നുന്നത് സതീശൻ സാർ ആണെന്ന് തോന്നുന്നു അവിടെ ഒരു ഹലോ പറയുന്നത് കേട്ടു. കേൾക്കാമോ? കേൾക്കാം. ഹലോ ഹലോ. കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കാല്ലേ. വിവേക മാഡം ആ ഒരു നല്ല സെഷൻ 1 മണിക്കൂർ ഭംഗിയായി ഹാൻഡിൽ ചെയ്തു. ഹെഡിങ് അല്ലെങ്കിൽ കൊടുത്ത തംബ്നെയിൽ പോലെ തന്നെ എല്ലാ ഭാഗങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയി. പിന്നെ ചില പരാതികളായിട്ട് തന്നെ പറയുകയാണ്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വളരെ ഫീബിളായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു ഓഡിയൻസിന്റെ മുമ്പിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ ഈ ശബ്ദം പോരാ. മുമ്പുണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ ഇതെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഒരു അങ്ങോട്ട് നമ്മുടെ എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ആൾക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
സ്വീറ്റ് ആയിരിക്കണം, വളരെ കോമായിരിക്കണം, അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ ആവശ്യത്തിന് ലൗഡ്നെസ് കൂടെ വേണം. അതിൻ്റെ കുറവിനകത്തുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്ന് തോന്നിയെന്ന് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണം കൂടിപ്പോയതാ എനിക്ക് തോന്നുന്നത്. അത്രയും നെഗറ്റീവായി നമ്പേഴ്സ് എനിക്ക് കൂടുതലായി തോന്നിപ്പോയി ഒരെണ്ണം. പിന്നെ കണ്ടന്റിനെ വൈസ് ഈ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഓഡിയൻസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ ഒരു ജനറൽ പബ്ലിക്കിനെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റേഡിയോ സ്പീച്ച് പോലെ ആണെങ്കിൽ ഈ പറയുന്നത് ഇപ്പോൾ റേഡിയോ അവയർനെസ് ഉണ്ട്. രാവിലെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയെല്ലാം കേൾക്കുന്ന കുറേ ഇതുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇത്രയും സബ്ജക്റ്റ് വേണം. കാര്യം എന്തൊക്കെയാണ് ഇത്, ഇതിൻ്റെ ഇതെന്താണ്, ബാക്കപ്പുകൾ എന്താണ്, എൻ്റെ റീസൺസ് എന്താണ്, ഗവൺമെൻറ് എന്തെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ട്രെയിനർ ടോക്കിലായപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് വേണം ഇത്രയും കണ്ടന്റ് നിറയ്ക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇന്നത്തെ ആ ഒരു ഓഡിയബിൾ ആ ഒരു വോയിസ് ആണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. വോയിസ് എന്ന് പറഞ്ഞാൽ അത്രയും വേണ്ട, അത്രയും ശക്തമായി വന്നില്ല. കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ഇതൊന്നും നമ്മൾ പറയുന്നില്ല, ഇപ്പം ഈ തൊണ്ടയിൽ നിന്ന് വരുന്നൊരു ശബ്ദമായിരിക്കും. അതാകുമ്പോഴത്തേക്ക് കുറേ കൂടെ ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും. എങ്കിലും സെഷൻ വളരെ ഭംഗിയായിരുന്നു. എന്തായാലും സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലേ? അതെ, എന്റെ ശബ്ദം ഇത്രേ ഉള്ളൂ. ഇത് മാക്സിമം ആണ് എന്റെ. അല്ല അത് ഞാൻ ജനറലി പറഞ്ഞതാണത്. കുഴപ്പമില്ല സാർ. അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ പാർട്ടി ഇപ്പോൾ നടത്തണം കേട്ടോ. തീർച്ചയായിട്ടും. വെരി ഗുഡ്. ചാറ്റ് ബോക്സിലൂടെ എല്ലാ റെസ്പോണ്ടും ചെയ്തവർക്കും താങ്ക് യു. വിനായക മാം, എന്തോ നല്ല സെഷൻ ആയിരുന്നു, നല്ല ടോപ്പിക്ക്. ഞാനതിന്റെ പോസിറ്റീവ് വശം മാത്രം പറയാം. ഹലോ ഹലോ, രണ്ട് ശബ്ദങ്ങൾ വരുന്നുണ്ട്. ആരുടെ ഒരാളുടെ ശബ്ദം കയറി വരുന്നുണ്ട്. അതെ, റാണി മാമിന്റെയാണ്. അല്ല അത് പക്ഷേ ഇപ്പൊ അത് മ്യൂട്ടായെന്ന് തോന്നുന്നു അല്ലേ? അത് മ്യൂട്ട് മ്യൂട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ സൂസൻ മാമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ഗവൺമെന്റ് സൈഡ് സപ്പോർട്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള വിവരം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത്രയും കുട്ടികളുള്ള, എപ്പോഴും ഈവൻ ADHD അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ ഉള്ള കുട്ടികളുമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു പേരൻസിനെ സംബന്ധിച്ച് ആദ്യം അവരാണ് ഈ മക്കളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതും അവരുടെ കുറവുകളെ അംഗീകരിക്കേണ്ടതും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനൊരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റ് വെച്ച് ഇത് എന്താ പറയുക, പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ ASD കാണാറുള്ളത് എന്നൊരു എവിടെയോ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. മാം അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഓക്കെ, എനിവേ കൺഗ്രാറ്റ്സ്. ആൺകുട്ടികൾക്കാണ് കൂടുതൽ ഇത് കാണുന്നത്. അതെ. ഗുഡ് ഈവനിങ് വിനീത മാം. നല്ലൊരു ടോപ്പിക്കാണ്. ഗുഡ് ഈവനിങ്. നല്ല അവയർനെസ് ആണ്. ആക്ച്വലി എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇൻവോൾവ് ആണ് പറഞ്ഞാൽ, ലാസ്റ്റ് ഇയർ April 2 ഇത് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡ് ത്രൂ പോയിരുന്നു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഓഡിയൻസ് ആരാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡിസബിലിറ്റി ആക്ട് എടുത്തിട്ട് നിങ്ങൾ അവയർനെസ്. പക്ഷെ ഞാൻ ശരിക്കും ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ വെന്റ് ദേർ, ബിക്കോസ് അവിടെ ഇരിക്കുന്നത് ഓട്ടിസം ഉള്ള കുട്ടികളാണ്. ആൻഡ് ദാറ്റ് ടു ദേ വേർ ഓട്ടിസ്റ്റിക് അറൌണ്ട് 70% കൂടുതൽ ഓട്ടിസ്റ്റിക് ഉള്ള കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം പറയുമ്പോൾ അവർക്ക് ആ ഹിയറിംഗ് എബിലിറ്റി ഇല്ലല്ലോ. ദേ ഡോണ്ട് നോ, ദേ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നമ്മൾ ഈ നോർമൽ പേഴ്സണെ മാതിരി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ പിന്നീടാണ് അറിഞ്ഞത് അവിടെ ഓഡിയൻസ് പേരൻസ് ആണ്. ഐ വാസ് റിയലി ഫീലിംഗ് വെരി ബാഡ്. നമ്മൾ ഇത്രയൊക്കെ
ഇങ്ങനെയൊക്കെ സംസാരം. പക്ഷെ ലോവർ സ്ട്രാറ്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് നോട്ട് ഗെറ്റിംഗ് ഹെൽപ്പ് ആസ് റിക്വയർഡ്. അത് റിയാലിറ്റിയാണ്. ഞാൻ അവിടെ അവിടെ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഇയർ ബാക്ക് ഉണ്ടായ സംഭവമാണ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്. അവിടെ നിന്ന് പേരൻസ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ് ആൻഡ് എന്താ പറയാ, ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് അവര് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന് മാം ഇപ്പൊ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പ് ഒന്നും അവർക്ക് ടൈമിന് കിട്ടുന്നില്ല. ഒന്ന് വാട്ട് എവർ ഇറ്റ് ഈസ് മാം ദേർ. അവിടെ എനിക്ക് അവരിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദേ വർ ആസ്കിങ് ഫോർ ഹെൽപ്പ്. അവർക്ക് അതാ വേണ്ടത്, സ്കോളർഷിപ്പ് സമയത്ത് കിട്ടുന്നില്ല. പിന്നെ അവരുടെ മെഡിസിൻസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ പുവർ പേരൻസ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് റീച്ചിങ് ദ വാട്ട് ടു സേ ദ നീഡി. അതില്ല. അതേ രീതിയിൽ അവർ ഡിമാൻഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു ജോലി വേണം, പേരൻസ്ക്ക് ജോലി വേണം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞാൽ ദേ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ. അപ്പൊ അവർക്ക് ജോലിയില്ല. സോ ദീസ് തിങ്സ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതാണ് ലാസ്റ്റ് ഇയർ അവയർനെസ് ക്ലാസ് എടുക്കുമ്പോഴാണ്. ഐ വാസ് റിയലി ഷോക്ക് ടു ലേൺ ദ കണ്ടീഷൻ ഓഫ് ദീസ് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ. എനിവേ നമുക്ക് അവയർനെസ് വേണം. അതേ രീതിയിൽ ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് പറയുമ്പോൾ ബെഡ് റിഡൻ ആണ്. ഈ ബെഡ് റിഡൻ ആയിട്ട് ഓട്ടിസ്റ്റിക് ചൈൽഡിന്റെ പേരന്റ് എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ കെയറിന് ഒരാൾ വെക്കണം. ഈ കെയറിന് ആൾ വെക്കുമ്പോൾ ആ എക്സ്പെൻസ് എങ്ങനെയാ വരും? ഐ എം ടോക്കിംഗ് ഓഫ് ലോവർ സ്ട്രാറ്റ് ഓഫ് സൊസൈറ്റി, നോട്ട് റിച്ച് പീപ്പിൾ. Rich people can manage it, working couples or money in a shortage ഇല്ലാത്തവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ saw the society which is really needy and I felt so helpless. അപ്പൊ ഇത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. So this is reality എന്ന് എനിക്ക് ഫീൽ ആയി. Anyway, let's do whatever possible. At least let's get aware of the situation. Thank you. And introduce ചെയ്ത ഷംന മാമും congratulate her for introducing Vinayaka ma'am. Thank you anyway for the knowledge we gained from this session. Best wishes, ma'am. Thank you, ma'am. Congratulations to Samna too. Your intro was really good. Thank you, ma'am. എനിക്കൊരു കാര്യം പറയണ്ടേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകൻ ഓട്ടിസ്റ്റിക് ആണ്. ഒരു 12-13 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ചന്ദ്രമയം പറഞ്ഞു റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമില്ലാന്ന്. പക്ഷെ അബ്യൂസീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള. ഇവർക്ക് ഓപ്ഷൻ ഇല്ല. റിച്ച് ആണെങ്കിൽ പോലും അവള് ഒരു ആർക്കിടെക്റ്റ് ആണ്. പക്ഷെ ജോബൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം കുട്ടികളെ നോക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കൊക്കെ ചെയ്യുന്നത് കാരണം. അപ്പൊ ഡെയിലി എന്ന പോലെ ഞാനിത് കേൾക്കുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് അവളുടെ ഒരു അവസ്ഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അപ്പൊ ഈ കുട്ടികളുടെ ഒരു ആക്ഷൻ ഒക്കെ പറയുമ്പോൾ അതിനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺസും മാമിന്റെ വിനേക മാമിന്റെ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാനായി. താങ്ക് യു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. മറ്റുള്ളവരുടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു സംബഡി വെരി ക്ലോസ് ടു യു ഓർ ഇൻ യുവർ ഫാമിലി, അപ്പോഴാണ് ഇറ്റ് റിയലി സ്ട്രൈക്സ് ഹോം. അതിന്റെ എന്തും വേണ്ട ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്, എന്തും വേണ്ടാണ് അവര് സഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനും കോപ്പ് ചെയ്യാനും ഒക്കെ വളരെ മെന്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ടുള്ള മനസ്സിലായിട്ടുള്ളത്. റിച്ച് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ലൈക്ക് യു ഷെയർഡ്, റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും ഇറ്റ്സ് ഒരു ഫാമിലിയിൽ അത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് എ സാഡ് സിറ്റുവേഷൻ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല, ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണല്ലോ. അപ്പൊ നമുക്കത് മാനേജ് ചെയ്ത് കോപ്പി ചെയ്ത് കൊണ്ടുപോകാനേ പറ്റൂ. പിന്നെ ഏർലി ഇന്റർവെൻഷനിൽ കൂടി കുറെയൊക്കെ വ്യത്യാസം നമുക്ക് വരുത്താം. എന്നിരുന്നാലും ഇതുപോലെ വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, വയലൻസും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്കങ്ങ് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളങ്ങ് ഹെൽപ്ലെസ് ആയി പോകും. എസ്പെഷ്യലി പാരന്റ് ഒക്കെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ സിംഗിൾ പാരന്റിംഗിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് ഇറ്റ്സ് ടു ടഫ്, സുസൻ മാം. ബിക്കോസ് ഐ നോ someone personally. She was working as a chef in Taj.
പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചൈൽഡ് ഇസ് ഓട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ് ശരിക്കും ബെഡ് റിട്ടേണും കൂടി ആയി. അപ്പം ഗേൾ ചൈൽഡ് ആണ്. സോ ഷി വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ടഫ്. ഷി ഹാസ് ടു ലീവ് ഹെർ ജോബ്. പിന്നെ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്നും ഈ ഒരു സ്റ്റേജിലുള്ളതാണെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി. സോ ഷീസ് എ സിംഗിൾ മോം ഇസ് ഫൈൻഡിങ് ഇറ്റ് വെരി ടഫ്. കാരണം എന്ന് വെച്ചാൽ കുട്ടിയുടെ ചികിത്സയും കാര്യങ്ങളും ഒരു വഴിക്ക്, ബാക്കി കുട്ടിയെ ടേക്ക് കെയർ ചെയ്യണം. പഠിച്ച് ഇത്രയും കാലം ചെയ്തിരുന്നിട്ട് നല്ല പൊസിഷനിലുള്ള ജോബ് ലീവ് ചെയ്യേണ്ടി വന്നു. സോ എവറിഥിങ് ഇസ് ടു ടഫ്. ഇമോഷണലി, ഫിനാൻഷ്യലി ഒക്കെ ടഫാണ്. ഈവൻ ദോ ഇപ്പൊ സംന മാം പറഞ്ഞ മാതിരി നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് ജോബ് ഉണ്ട്, നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹു എൽസ് ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്. സംടൈംസ് ഇപ്പൊ നമ്മൾ കാശുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ വെച്ചാലും ആളുകൾ പോലും ഈ കടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, കടിക്കുന്നവര്, ഉപദ്രവിക്കുന്നവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജിലൊന്നും ആരും ടേക്ക് കെയർ ചെയ്യാൻ തയ്യാറാവില്ല. അപ്പൊ അവിടെയൊക്കെ ഇത് പ്രശ്നമാണ്. ഐ തിങ്ക് ഐ ഡോണ്ട് നോ ഹൗ അത് മെനി ഓഫ് യു നോ ഓക്യുപേഷണൽ അബൌട്ട് തെറാപ്പിയിൽ മാറ്റാൻ പറ്റും. അത് യെസ് വിനേക ഓക്യുപേഷണൽ മാം. തെറാപ്പിയിലൂടെ അതിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. മാറ്റം ഈ വരുത്താൻ പറ്റും. ഈ കടിക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ മാതിരി ഓക്യുപേഷണൽ തെറാപ്പിയിൽ യെസ് ഡെഫിനറ്റ്ലി ഈ തെറാപ്പികൾക്ക് മാറ്റം വരുത്താൻ കൊണ്ടുപോവുക, പറ്റും. കൊണ്ടുവരിക. ഒറ്റയ്ക്ക് ഒരു സിംഗിൾ പാരന്റ് അതും ടഫാണ്, പറ്റില്ലെന്നല്ല. സോ ഐ നോ ഹർ പേഴ്സണലി, ഷീ സ്ട്രഗ്ലിംഗ് ഫോർ ദാറ്റ്. അവര് ശരിക്കും ഒരു തെലുങ്കരാണ്. ഷീസ് ഫൈൻഡിങ് ഇറ്റ് വെരി ടഫ്. അച്ഛനും അമ്മയുമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ ഗവൺമെന്റ് സർവന്റ് റിട്ടയർഡ് ആണ്. അവരുടെയൊക്കെ ഒരു ഇൻകം കൊണ്ടാണ് ആ ഫാമിലി റൺ ചെയ്ത് പോകുന്നത്. ഈവൻ ദർ ആർ അറ്റ് ടൈംസ് വെർ ഷീ ടോൾഡ് മീ ഷീ ലിവ്സ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് ഇൻ ചെന്നൈ. അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഈ കുട്ടിയുടെ നിലവിളി കേട്ടിട്ട് ദേ മേക്ക് സൊസൈറ്റിയിൽ കംപ്ലൈന്റ് വരെ കൊടുക്കും. So just imagine how it is how tough it is, because society, as you said, inclusive ആയിട്ട് ഇവരെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പാണെന്ന് തോന്നുന്നു കോഴിക്കോട് ഈ ഡിസബിലിറ്റി ഉള്ളവരുടെ ഒരു ഇൻക്ലൂസീവ് DSF അല്ലെ, അങ്ങനെ എന്തോ ഒരു ഇത് നടന്നിരുന്നു. ഈ KLF ഒക്കെ നടക്കുന്ന ഫെസ്റ്റിവൽ നടക്കുന്ന പോലെ ഡിസബിലിറ്റിയുടെ ഒരു ഫെസ്റ്റ് വരെ നടന്നിരുന്നു. ബിക്കോസ് സൊസൈറ്റി കൂടുതൽ മനസ്സിലാക്കണമല്ലോ, ഇങ്ങനെയുള്ളത് ഇത് ആരുടെയും തെറ്റല്ല, അവരും നമ്മുടെ സൊസൈറ്റിയുടെ പാർട്ടാണെന്നുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ അബൌട്ട് ദാറ്റ് NGO വിച്ച് ഇസ് ഇൻ പാലക്കാട് ലക്കടി. ഇറ്റ് ഇസ് നോൺ ആസ് നിശ്ചിന്ത. ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഇറ്റ് ഈസ് ആൻ NGO, നിശ്ചിന്ത, വേർ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളതും ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി, അങ്ങനത്തെ എന്തൊക്കെ ടൈപ്പ് ഉള്ള കുട്ടികളുടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇസ് എ ലൈഫ് ആഫ്റ്റർ അസ് അല്ലെ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മക്കൾ എന്താവും എന്നുള്ള വേവലാതിയാണ് അവർക്ക് തുടക്കം മുതലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു 100 ഫാമിലീസ് ഒന്നിച്ച് ചേർന്ന് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ നിശ്ചിന്ത എന്ന് പറയുന്നത്. ഐ ആം റിയലി ഹാപ്പി ടു സേ ദാറ്റ് നമ്മുടെ ട്രെയിനറിൽ തന്നെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്ന ഒരു ജോളി മാം ഉണ്ട്. ആ മാമിന്റെ ഹസ്ബൻഡ് ആണ് അതിന്റെ ഫൗണ്ടർ. ദാറ്റ് ഇസ് ഹൗ ഐ ഗോട്ട് ടു നോ അബൌട്ട് ദിസ്. അപ്പൊ മാം അതിലേക്ക് എത്താനുള്ള കാരണമൊക്കെ പറഞ്ഞു. ബിക്കോസ് അവർക്കൊരു ഡോട്ടർ ഉണ്ട്, ഷീസ് ഓട്ടിസ്റ്റിക്. 26-28 വയസ്സായി തോന്നുന്നു ഇപ്പം. അപ്പൊ അവർക്ക് ഈ ഒരു ചിന്ത വന്നപ്പോഴാണ് ലൈക്ക് മൈൻഡ് ഉള്ള പാരന്റ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു തോന്നല്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ നിശ്ചിന്ത. അപ്പൊ അവരുടെ ആ ഒരു ജേണിയും കാര്യങ്ങളും മിഷനും ഒക്കെ നിങ്ങൾക്ക് അതിൽ വായിക്കാവുന്നതാണ്. ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. അവരുടെ ജീവിതം മാത്രം സോർട്ട് ഔട്ട് ചെയ്യാനല്ല, അവരെ പോലെ ലൈക്ക് ആയിട്ടുള്ള പാരന്റ്സിന്റെ ലൈഫും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി 100 ഫാമിലി ആണ് ഇപ്പം നിശ്ചിന്ത എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ളത്. അവർക്ക് കമ്മ്യൂണിറ്റി കുക്കിംഗ് ഒക്കെയാണ് അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാർക്ക് കുട്ടികളെ നോക്കണ്ടേ, അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചനും കമ്മ്യൂണിറ്റി കുക്കിങ്ങും ഒക്കെയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഒരു 50 വില്ലാസ്, 50 അപ്പാർട്ട്മെന്റ്സ്, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അതൊക്കെ എഫോർഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ എഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കും ഒരു ഓപ്ഷൻ വേണ്ടേ. അപ്പൊ ആ ഒരു നല്ലൊരു NGO, നല്ലൊരു തോട്ടായിരുന്നു അവരുടെ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി. ഈവൻ വി ആക്ച്വലി പ്ലാൻ ടു വിസിറ്റ് സം ഡേ. പക്ഷെ ഇതുവരെ അൺഫോർച്ചുനേറ്റ്ലി വി കുഡന്റ് മേക്ക് ഇറ്റ്. പക്ഷെ ഡെഫിനറ്റ്ലി വി വിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹൗ ഓൾ ദീസ് തിങ്സ് വർക്ക് ഔട്ട്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് കോപ്പ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട്, ഹെൽപ്പേഴ്സ് ഉണ്ട് ടേക്ക് കെയർ ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ. വി കാണ്ട് ഇമാജിൻ അല്ലെ, ഒരു 27-28 വയസ്സായ കുട്ടിയൊക്കെ ബെഡ് റിഡൻ ആയിട്ട് ഇത്രയും വർഷം നിൽക്കാന്ന് പറയുമ്പോൾ, ജസ്റ്റ് ഇമാജിൻ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് സെൽഫ് ലവ്, സെൽഫ് കെയർ, മൈൻഡ്ഫുൾനെസ്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ വി ആർ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എല്ലാം മുകളിൽ നിൽക്കുക. തീർച്ചയായിട്ടും നമുക്ക് അവര് ചെയ്യുന്നതെന്ന് പറയുന്നത് സച്ച് ഒരു പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു ബ്ലെസ്സിങ് ആണ് ആ ഗ്രൂപ്പിന് അല്ലേ. അതെ തീർച്ചയായിട്ടും മാം. അതിനെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ വി ഗെറ്റ് ഇൻസ്പയർഡ് ആസ് വെൽ ആസ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് വളരെയധികം കൂടും ടു ദി യൂണിവേഴ്സ്. നമുക്ക് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല.
അപ്പൊ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ കാശില്ല, പണമില്ല, ജോലിയില്ല, സൗകര്യമില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം അവർ ആക്ച്വലി ബോത്ത് ഓഫ് ദം വെർ ഗവൺമെന്റ് സർവൻസ് മാം. ബോത്ത് ഓഫ് ദം ഹാഡ് ടു ടേക്ക് VRS ഇഫ് ഐ എം നോട്ട് റോങ്. ബിക്കോസ് ഈ ഒരു കുഞ്ഞ് എന്നുള്ള ആ ഒരു കാരണം അവരുടെ മുമ്പിൽ അതായിരുന്നു പ്രയോറിറ്റി. ദേ ഡിഡ് നോട്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ആസ് വിനേക മാം ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ നോക്കാൻ, ഇപ്പൊ സംന മാം പറഞ്ഞ പോലെയൊക്കെ തന്നെ നോക്കാൻ വേറൊരാളില്ലാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നുള്ളത്. അപ്പോൾ ദർ ഇസ് എ ലോട്ട് വെൻ വി കം ടു ദിസ് ടോപ്പിക് ഓട്ടിസം എന്ന് പറയുന്നത്. ചെറിയ ഒരു ത്രെഡ് ലൈൻ ആയിട്ടുള്ള ഇഷ്യൂ തൊട്ട് ഏറ്റവും ഹൈ എൻഡ് ഇഷ്യൂ വരെയുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. സൊസൈറ്റി മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവരെ. കാരണം അവരുടെ തീർച്ചയായിട്ടും അവരുടെ ഒരു തെറ്റുകൊണ്ടല്ലോ ഇത് പറ്റിയത്. ഇറ്റ്സ് ജസ്റ്റ് അതെ അതെ ഹാപ്പൻ. അതെ. സോ വി റിയലി ഹാവ് അല്ല, ടു ബി എനിക്ക് എംപത്തറ്റിക് ആൻഡ് സപ്പോർട്ടീവ്. അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങളെയും റേപ്പിസ്റ്റുകളെയും ഡ്രഗിസ്റ്റുകളെയും ഇൻക്ലൂസീവായി കൊണ്ട് നടക്കുന്ന നമ്മുടെ സൊസൈറ്റി, അവരെ ക്ഷമിക്കാനും അല്ലെ അവർ ചെയ്യുന്ന തെറ്റുകളെ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുന്ന ഒരു സൊസൈറ്റി നെവർ തിങ്സ് അബൌട്ട് സച്ച് എ കമ്മ്യൂണിറ്റി വേർ അവരുടേതല്ലാത്തൊരു തെറ്റുകൊണ്ട് അവർ സഫർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ഇൻക്ലൂസീവായിട്ട് ഉൾക്കൊള്ളിക്കാൻ പല ആളുകളും ബുദ്ധിമുട്ടാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പം യെല്ല് ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വി ഓൾ ഫീൽ അൺകംഫർട്ടബിൾ. അപ്പൊ നമ്മൾ അടങ്ങുന്ന സൊസൈറ്റിയാണ് മാറേണ്ടത്, അല്ലാണ്ട് ഓട്ടിസ്റ്റിക് പാരന്റ്സ് കുട്ടികളും അല്ല മാറേണ്ടത്. എനിവേ ഇറ്റ് ഇസ് എ ടോപ്പിക് നമുക്ക് എത്ര സംസാരിച്ചാലും തീരാത്തൊരു ടോപ്പിക്കാണ്. വളരെ മനോഹരമായി തന്നെ വിനേക മാം അത് ഹാൻഡിൽ ചെയ്തു. 1 മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്നു. ഡെഫിനറ്റ്ലി ഓരോ വിഷയവും വേണമെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കാൻ എക്സ്പീരിയൻസും സ്റ്റോറീസും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം. 1 hour എന്താ പറയണത് ശരിക്കും പാക്ഡ് ആക്കിയിട്ട് അല്ലേ, ഒരു ബിറ്റ് പോലും കളയാതെ she did it very well. As well as we had a good introduction from Samna ma'am. Thank you Samna ma'am and thank you Vineka ma'am. So we will do one thing, we'll wind up today's session. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി വെനസ്ഡേ we are coming up. So അന്നും എല്ലാവരും ജോയിൻ ചെയ്യുക and സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് താങ്ക് യു, നൈറ്റ്, ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്, ഓൾ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. Bye.